നമസ്കാരം. ഇന്നലെ കൊച്ചി കടവന്ത്രയിൽ നിന്ന് കാണാതായ 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ തൊടുപുഴയിൽ നിന്ന് കണ്ടെത്തിയതിന് പിന്നാലെ ഒപ്പമുണ്ടായിരുന്ന ആൾക്കെതിരെ കേസെടുത്തു. തൊടുപുഴ ബസ് സ്റ്റാൻഡിന്റെ സമീപത്ത് നിന്നാണ് 13-കാരനെ കണ്ടെത്തിയത്. കുട്ടിയുടെ മാതാപിതാക്കൾ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെത്തി. കുട്ടിയെ കണ്ടെത്തിയപ്പോൾ കൈനോട്ടക്കാരൻ ശശികുമാർ ഒപ്പമുണ്ടായിരുന്നു. പോക്സോ കേസ് ചുമത്തി ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൊടുപുഴയിലെത്തിയ കുട്ടിയെ ശശികുമാർ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇയാൾ കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്നാണ് പോലീസ് അറിയിച്ചത്. കുട്ടി മൊഴി നൽകിയിരുന്നു. കുട്ടി ഒപ്പമുണ്ടെന്ന് പിതാവിനെ ഫോണിൽ വിളിച്ച് അറിയിച്ചതും ശശികുമാറാണ്. തുടർന്നാണ് പോലീസും പിതാവും തൊടുപുഴ ബസ് സ്റ്റാൻഡിലെത്തിയത്. ഇടപ്പള്ളിയിലെ സ്വകാര്യ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കുട്ടി. ഇന്നലെ രാവിലെ പരീക്ഷ എഴുതാൻ പോയ കുട്ടി രാത്രി വൈകിയും വീട്ടിൽ തിരിച്ചെത്തിയില്ല. കുടുംബം എളമക്കര പോലീസിൽ പരാതി നൽകിയതോടെയാണ് അന്വേഷണം ഊർജിതമാക്കിയത്. നഗരത്തിലുടനീളം തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായിരുന്നില്ല. ഇടപ്പള്ളിയിലുള്ള മാളിന് സമീപത്തെ വഴിയിലൂടെ കുട്ടി നടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. കൊച്ചി കടവന്ത്ര കസ്തൂർബ നഗറിലെ വീട്ടിൽ നിന്ന് രാവിലെ 8-ന് കുട്ടി സ്കൂളിൽ പരീക്ഷ എഴുതാൻ പോയിരുന്നു. സ്കൂളിലെത്തി പരീക്ഷ എഴുതിയെങ്കിലും 9:30-യോടെ പരീക്ഷാ ഹാൾ വിട്ടിറങ്ങി. രാത്രിയായിട്ടും തിരിച്ചെത്താതിരുന്നതോടെയാണ് പോലീസിനെ സമീപിച്ചത്. അതിനു മുൻപ് തന്നെ കുടുംബം അന്വേഷണം ആരംഭിച്ചിരുന്നു. തിരുവനന്തപുരത്തെ ബന്ധുവീട്ടിലേക്ക് പോയെന്ന് സംശയിച്ചെങ്കിലും അവിടെ എത്തിയതായി വിവരം ലഭിച്ചില്ല. രാത്രി മുഴുവൻ നടത്തിയ തെരച്ചിലിനൊടുവിൽ ഇന്ന് രാവിലെയാണ് തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ നിന്നും കുട്ടിയെ കണ്ടെത്തുന്നത്.